ദോശ സാമ്പാർ, ഇഡ്ഡലി സാമ്പാർ, ചോറ് സാമ്പാർ എന്ന സാമ്പാർ ആയാലോ? ക്യാരറ്റ് 50 ഗ്രാം, കൊത്തമര 50 ഗ്രാം, ചെറിയ ഉള്ളി 50 ഗ്രാം, മുരിങ്ങയ്ക്ക 50 ഗ്രാം, കുമ്പളങ്ങ 50 ഗ്രാം, മത്തങ്ങ 50 ഗ്രാം, പടവലങ്ങ 50 ഗ്രാം, ഉരുളക്കിഴങ്ങ് 50 ഗ്രാം, സവാള 50 ഗ്രാം, പച്ചമുളക് 5 എണ്ണം, ചേമ്പ് 50 ഗ്രാം, തക്കാളി 100 ഗ്രാം. വഴറ്റിയെടുക്കാൻ ആവശ്യമായ ചേരുവകൾ നോക്കാം. സവാള ഒരു ചെറുത്, പച്ചമുളക് 4 എണ്ണം, വഴുതനങ്ങ ഒരു ചെറുത്, ചെറിയ ഉള്ളി 10 എണ്ണം, വെണ്ടയ്ക്ക 4 എണ്ണം, തക്കാളി 2 എണ്ണം, മല്ലിച്ചീര അരിഞ്ഞത് 1 കപ്പ്, വേവിച്ച തുമരപ്പരിപ്പ് 200 ഗ്രാം, സാമ്പാർ പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കായം 1 ടീസ്പൂൺ, പുളി 1 നാരങ്ങ വലിപ്പത്തിൽ, ഉപ്പ് ആവശ്യത്തിന്. കടുക് വറക്കാൻ ആവശ്യമായ ചേരുവകൾ നോക്കാം. കടുക് 1 ടീസ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ, നല്ല ജീരകം 1/2 ടീസ്പൂൺ, ചെറിയ ഉള്ളി 10 എണ്ണം, ഉണക്കമുളക് 5, കരിവേപ്പില ആവശ്യത്തിന്. ആദ്യം അരിഞ്ഞു വെച്ച പച്ചക്കറികൾ ഓരോന്നായി പാനിൽ ഇട്ട് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കായം, വെള്ളം എന്നിവ ചേർത്ത് വേവിക്കുക. ഇതിൽ കുറച്ച് മല്ലിച്ചീര ചെറുതായി അരിഞ്ഞതും വേവിച്ച പരിപ്പും കുറച്ച് തിളച്ച വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. അതിനുശേഷം വഴറ്റാൻ അരിഞ്ഞു വെച്ച പച്ചക്കറികൾ നല്ലതുപോലെ വഴറ്റി അതിലേക്ക് പൊടിച്ചു വെച്ച സാമ്പാർ പൗഡറും ചേർത്ത് ഇളക്കി പുളിവെള്ളവും ആവശ്യത്തിന് തിളച്ച വെള്ളവും ചേർത്ത് തിളപ്പിച്ച് നേരത്തെ വേവിച്ച പച്ചക്കറി പരിപ്പ് കൂട്ടിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് തിളപ്പിക്കുക. പിന്നീട് ഇതിൻ്റെ രുചി കൂട്ടുന്നതിന് പാനിൽ എണ്ണ ചൂടാക്കി കടുക്, ഉലുവ, ജീരകം, ചെറുതായി വട്ടത്തിലരിഞ്ഞ ചുമന്നുള്ളിയും ചേർത്ത് ചുമക്കെ മൂപ്പിച്ച് അതിലേക്ക് ഉണക്കമുളകും കരിവേപ്പിലയും ചേർത്ത് ഇളക്കി ഈ മിശ്രിതം തിളയ്ക്കുന്ന സാമ്പാറിലേക്ക് ചേർത്ത് മല്ലിച്ചീര അരിഞ്ഞതും കൂടി ചേർത്താൽ നല്ല രുചിയുള്ള സാമ്പാർ തയ്യാറായി.